ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കുന്നത് സഞ്ജു സാംസണും ശുഭ്മാൻ ഗില്ലും ആണല്ലോ. അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ വ്യാപകമായി നടക്കുന്നത്. നമുക്ക് ഇവരുടെ, അതായത് ശുഭ്മാൻ ഗില്ലിൻ്റെയും സഞ്ജു സാംസണെയും അവസാന ഒരു 10 T20 ഇൻ്റർനാഷണൽ സ്കോറുകളൊന്ന് നോക്കാം. ആദ്യം സഞ്ജു സാംസൻ്റെ ഒക്കെ നോക്കാം. 111, 107, 0, 0, 109, 26, 5, 3, 1, 16. അതായത് അവസാനത്തെ 10 മത്സരങ്ങളിൽ 3 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം വലിയ സ്കോറുകളല്ല. പിന്നീടുള്ള ഹയസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ 26, 16ഒക്കെയാണ്. പിന്നെ ഇനി ശുഭ്മാൻ ഗില്ലിലേക്ക് വരികയാണെങ്കിൽ 0, 8, 23, 31, 2, 66, 58, 13, 34, 39. 10 മത്സരങ്ങളിൽ സെഞ്ചുറി ഒന്നും ഇല്ലെങ്കിലും 2 50 ഉള്ളൂ എങ്കിലും 3 മത്സരങ്ങളിൽ ഒഴിച്ച് അദ്ദേഹം 30, 34 അങ്ങനെ ഒരു സ്കോറാണ് നേടിയിരിക്കുന്നത്. അതാണ് ശുഭ്മാൻ ഗില്ലിൻ്റെ കളി. ഇങ്ങനെ കൺസ്റ്റൻ്റായിട്ട് കളിക്കും. പക്ഷേ ശുഭ്മാൻ ഗില്ല് T20 കളിച്ചിട്ട് കാലങ്ങൾ കുറേ ആയി എന്നുള്ളത് മറ്റൊരു സത്യം. അവസാനം 3 സീരീസിൽ സഞ്ജു സാംസൺ ആയിരുന്നു ഓപ്പണർ. സഞ്ജു സാംസൻ്റെ ഒരു കളി എന്ന് പറഞ്ഞാൽ കളി തുടങ്ങിക്കഴിഞ്ഞാൽ സെഞ്ചുറിയിലേ നിൽക്കൂ. ആ കളി ഇന്ത്യ ജയിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും 2 ടൈപ്പ് ബാറ്റ്സ്മാൻമാരാണ്. അപ്പോൾ ഇതിൽ ആരെ വേണം, ആരെ എടുക്കും എന്നുള്ള ഒരു ആശങ്കയിലാണ് കോച്ചും ക്യാപ്റ്റനും എല്ലാം ഉള്ളത്. ഇപ്പോൾ നിലവിൽ KCL ആണെങ്കിലും മിന്നും ഫോമിലാണ് സഞ്ജു. അതുകൊണ്ട് തീർച്ചയായും സഞ്ജുവിനെ ശുഭ്മാൻ ഗില്ലിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുമെന്നാണ് നമ്മൾ പേഴ്സണലി ചിന്തിക്കുന്നത്. ഉമ്ര മാലിക്കിന് ഓർമ്മയില്ലേ? ജമ്മു കാശ്മീർ ഫാസ്റ്റ് ബോളറായിരുന്നു. തീ ഉണ്ട പോലെയായിരുന്നു ബോൾ വന്നുകൊണ്ടിരുന്നത്. IPL നമ്മൾ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് കണ്ട് ഞെട്ടിയതാണ്. എന്നാൽ കഴിഞ്ഞ 1 വർഷത്തിന് മേലെയായി അദ്ദേഹം പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. വെറുതെ അങ്ങ് മാറി നിൽക്കുമല്ല, പരിക്ക് പറ്റി പുറത്താവുകയായിരുന്നു. കഴിഞ്ഞ IPL സൺറൈസേഴ്സ് അവരുടെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ നേരിടുമ്പോൾ അദ്ദേഹത്തിന് പരിക്ക് പറ്റി. പിന്നെ ഈ സീനിൽ നിന്നേ മാറി നിൽക്കുമായിരുന്നു. എന്നാൽ ഇത് അതിശക്തമായി അദ്ദേഹം തിരിച്ചു വരികയാണ്. ബുച്ചി ബാബു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഒഡീഷയ്ക്കെതിരെ 2 വിക്കറ്റ് നേടിക്കൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നത്. ഈ 1.5 വർഷം മാറി നിൽക്കുമായിരുന്നെങ്കിലും പേസിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. 157 കിലോമീറ്റർ സ്പീഡിൽ വരെ അദ്ദേഹം ബോൾ എറിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുപോലത്തെ ഒരു ഫാസ്റ്റ് ബോളർ തീർച്ചയായും ഇന്ത്യക്ക് നിലവിൽ ആവശ്യമാണ്. കാരണം പേസും കൊണ്ട് ആൾക്കാരെ വിറപ്പിക്കുന്ന ഒരു ബൗളർ തീർച്ചയായും വേണം. IPL നിന്ന് കിട്ടിയ ഒരു LSGയുടെ മയങ്ക് യാദവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതേപോലെ പരിക്കാണ്. ഈ ശക്തമായ മാരക ഫാസ്റ്റ് ബോൾ എറിയുന്ന ബോളേഴ്സിനൊക്കെ പെട്ടെന്ന് പരിക്ക് പറ്റിയാണ്. അതുകൊണ്ട് ഒരു 3-4 പേരെ റെഡിയാക്കി നിർത്തേണ്ടി വരും. മയങ്ക് യാദവും 2 കളി കളിക്കും, 5 കളി ഔട്ടാവും. അങ്ങനത്തെ സ്ഥിതിയിലാണ്. അപ്പം ഉമ്ര മാലിക്, മയങ്ക് യാദവ് അങ്ങനത്തെ ഒരു ടീമിനെയും കൂടി സൈഡിൽ കൂടെ വളർത്തിയെടുത്ത് ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോകുമ്പോൾ അവരെ എറിഞ്ഞ് പീഡിപ്പിക്കാനായിട്ട് ഉമ്ര മാലിക്കിനെ പോലുള്ള ആളുകൾ വേണം. അതുകൊണ്ട് തന്നെ ദേശീയ ടീമിലേക്ക് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. രവിചന്ദ്രൻ അശ്വിൻ അങ്ങനെ ഇന്നലെ റിട്ടയർഡ് ചെയ്ത് പോയല്ലോ. ഇനി IPLയിലേക്കും ഇല്ല, ഇന്ത്യയിലെ ഒരു ലീഗിലേക്കും ഇല്ല എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, അയ്യോ അദ്ദേഹത്തിൻ്റെ ആ ക്യാരം ബോളും മാജിക് ബോളുകളൊന്നും എനിക്ക് കാണാൻ സാധിക്കില്ലല്ലോ. അങ്ങനത്തെ പ്രശ്നമില്ല. ഈ അശ്വിൻ്റെ ക്യാരം ബോളുകളും മാജിക് ബോളുകളും തുടർന്നും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെയല്ല, അങ്ങ് വിദേശ രാജ്യങ്ങളിലെ ലീഗുകളിൽ അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി ഓപ്പണാണ് എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ നടക്കുന്ന ദി 100 എന്ന് പറഞ്ഞിട്ട് ടൂർണമെൻ്റ് ഉണ്ടല്ലോ, 100 ബോൾ എറിയുന്നൊരു കളി, അതിനകത്തൊക്കെ അദ്ദേഹം പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നറിയുന്നു. പിന്നീടുള്ള പല ലീഗുകളുണ്ട്, SA20 അങ്ങനത്തെ ലീഗുകളുണ്ടല്ലോ, അവിടെയൊക്കെ ചിലപ്പോൾ രവിചന്ദ്രൻ അശ്വിൻ്റെ ബോളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പയ്യൻ്റെ മുഖം ഒന്ന് ഓർത്ത് വെച്ചോ. KCLയിൽ തൃശ്ശൂർ ടൈറ്റൻസിൻ്റെ ഓപ്പണറാണ് മുഹമ്മദ് ഇമ്രാൻ. വെറും 19 വയസ്സേ ഉള്ളൂ. തകർപ്പൻ കളി എന്ന് പറഞ്ഞാൽ തകർപ്പൻ കളി. ആദ്യം ബോൾ മുതലേ അറ്റാക്ക് ചെയ്യാനുള്ളൊരു ഇൻറ്റൻ്റാണ് അദ്ദേഹം കാണിക്കുന്നത്. ഒരുവിധപ്പെട്ട എല്ലാ കളികളിലും മികച്ച സ്കോർ നേടിയിട്ടുണ്ട്. ഇന്നലെ അദാനി ട്രിവാൻഡ്രം റോയൽസിൻ്റെ അടുത്തും 40 ബോളിൽ 90 റൺസാണ് അടിച്ചിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കളി കാണുമ്പോൾ യശസ്വി ജയ്സ്വാളിൻ്റെ ആ ഒരു മാതൃകയിലുള്ള കളി പോലെ തോന്നുന്നുണ്ട്. എന്തു തന്നെയായാലും കേരളത്തിൽ നിന്നുള്ള അടുത്ത ഒരു ബാറ്റ്സ്മാൻ ദേശീയ ടീമിലേക്ക് മുഹമ്മദ് ഇമ്രാൻ ആയിരിക്കുമെന്ന് 100, 110, 200% ഉറപ്പാണ്. നിങ്ങൾ ഈ പയ്യനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത കളി മുതൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. തൃശ്ശൂരിൻ്റെ കളികൾ കണ്ടാൽ മതി. മുഹമ്മദ് ഇമ്രാൻ. സഞ്ജു സാംസണിയുടെ KCL കത്തിക്കേറി ഏഷ്യ കപ്പിലെ ഓപ്പണിംഗ് സ്ഥാനം ഇങ്ങനെ ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ IPLയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പണിപാടുന്നുണ്ട്. രാജസ്ഥാൻ റോയൽസ് എനിക്ക് കളിക്കാൻ താല്പര്യമില്ലാന്ന് അദ്ദേഹം മാനേജ്മെൻറ്റിനോട് ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞതായിട്ടാണ് വിവരം. ചെന്നൈയിലേക്ക് മാറാമെന്നാണ് ഉദ്ദേശിച്ചതെങ്കിലും ചെന്നൈക്ക് രാജസ്ഥാൻ റോയൽസ് പറയുന്ന ആ ഒരു ട്രേഡും അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് നടന്നില്ല. പിന്നീട് അടുത്തുള്ളൊരു ടീം എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വെങ്കടേഷ് അയ്യരെയൊക്കെ വെച്ചിട്ട് ട്രേഡ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെയും പ്രശ്നം രൂക്ഷമാവുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സഞ്ജുവിനെ വേണ്ട എന്നാണ് ഇപ്പം ലേറ്റസ്റ്റ് റിപ്പോർട്ടൊക്കെ പറയുന്നത്. അതായത് അവർ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ KL രാഹുലിനെയാണ് നോട്ടൗടുന്നത് പോലും ക്യാപ്റ്റനാക്കി എടുക്കാനായിരിക്കും. അതുകൊണ്ട് സഞ്ജുവിൻ്റെ IPL
കളികൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അനിശ്ചിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡാണ് അനിശ്ചിതത്വത്തിലാവുന്നത്. ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊത്തിക്കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ ടീമുകളുണ്ട് വേറെ. മുംബൈ ഇന്ത്യൻസ് വരെ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകും. അപ്പം കൊണ്ട് ട്രേഡിങ്ങിൽ നോക്കുമ്പോൾ സുഗമമായിട്ട് നടക്കാനുള്ള സാധ്യത കുറവാണ്. എല്ലാവർക്കും സഞ്ജുവിനെ വേണം, പക്ഷേ ഈ കയ്യിലുള്ള ഇവരുടെ മികച്ച താരങ്ങളെ കൊടുത്തിട്ട് വേണമെങ്കിൽ ബെഞ്ചിലിരിക്കുന്ന 2 താരങ്ങളെ തരാം, സഞ്ജുവിനെ തരുമോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതിപ്പോൾ നടക്കൂലല്ലോ.